ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അവസാനം വരെ എനിക്ക് സംശയമുണ്ടായിരുന്നു ദേവിക കല്യാണത്തിന് സമ്മതിക്കുമെന്ന്. ഭാഗ്യത്തിന് സമ്മതിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരെങ്കിലും കല്യാണം കഴിച്ചല്ലേ പറ്റൂ. എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? ഒറ്റയ്ക്കല്ലല്ലോ. ദേവിക പറയും പോലെ സുധിയുടെ ഓർമ്മകളില്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയാ. ഒരു കണക്കിന് കല്യാണത്തിന് സമ്മതിച്ചാൽ നന്നായി. ഇനി സുധിയുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കാൻ ദേവിക തയ്യാറാവില്ലല്ലോ. പേടിയുണ്ടല്ലേ? പേടിക്കാതെ പറ്റില്ലല്ലോ. ആ വണ്ടി, ആ ദിവസം, അത് വേണ്ട. ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അധ്യായം അത് ഇതോടെ അവസാനിക്കട്ടെ. അവസാനിക്കോ അതോ അന്വേഷണം കൂടുതൽ ശക്തമാകൂ? ഒരു ക്രിമിനൽ ലോയറാണ് കെട്ടാൻ പോകുന്നത്. ചിലപ്പോ നമ്മൾ ആശ്വസിക്കുന്നതിന് വിപരീതമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ പഴയതൊക്കെ മറക്കില്ലേ? പിന്നെ പുതിയ ജീവിതമായി, അതിലെ രസങ്ങളായി. പഴയതൊന്നും ദേവിക ഓർക്കാനേ സാധ്യതയില്ല. സിദ്ധാർത്ഥൻ എന്ന് ദേവികയുടെ കഴുത്തിൽ താലി കെട്ടുന്നു അന്ന് തീരും സുധി എന്ന ഓർമ്മ. അങ്ങനെ സംഭവിച്ചാൽ നല്ലത്. അല്ലെങ്കിലും അത് തന്നെ വീണ്ടും പറയല്ലേ. എനിക്കത് കേൾക്കുമ്പോ എന്തോ പോലെ തോന്നുക. ശരി ശരി, ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാം താൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. സുധിയെ പതുക്കെ പതുക്കെ ദേവിക മറക്കാൻ തുടങ്ങട്ടെ. സുധി മരിച്ച ആക്സിഡന്റിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് ദേവികയ്ക്ക് പിന്മാറാൻ തോന്നട്ടെ. അതെ, അത് തന്നെയാ വേണ്ടത്. കല്യാണം, ബിസിനസ്, ഇനിയൊന്നിനും ദേവികയ്ക്ക് സമയം കിട്ടില്ല. അതോടെ സുധിയും ആ അപകടവും പതുക്കെ പതുക്കെ കുഴിച്ചു മൂടപ്പെടും. മനഃപൂർവ്വം ചെയ്തതല്ലോ, അറിയാതെ പറ്റിയൊരു കയ്യബദ്ധം. സത്യത്തിൽ നമ്മുടെ വണ്ടി ഇടിച്ചാണോ സുധി മരിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പ്രാർത്ഥിക്കാറുമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ദേവികയെല്ലാം അറിയുമെന്ന ഭയം, അതിനി എന്തായാലും വേണ്ടല്ലോ. അതാണ് ആശ്വാസം. ഈ കല്യാണം കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണവും അതുതന്നെയാണ്. ലളിതമായ രീതിയിൽ കല്യാണം മതിയെന്ന ദേവികയുടെ അഭിപ്രായം. അതൊന്നും പറ്റത്തില്ല അച്ഛാ. എന്റെ അനിയന്റെ കല്യാണോ അത് ഗംഭീരമായിട്ട് തന്നെ നടത്തണം. അതിന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. വലിയ ആഡംബരമായിട്ടൊന്നും വേണ്ടെങ്കിലും അത്യാവശ്യം പൊലിമയൊക്കെ വേണം. കല്യാണമല്ലേ, അതും ഒരു അഡ്വക്കേറ്റിന്റെ. പല വിശിഷ്ടാതിഥികളും ഉണ്ടാവും. അവർക്കൊന്നും നീരസം തോന്നാൻ പാടില്ലല്ലോ അച്ഛാ. ആ വീട്ടിലെ സ്ഥിതിയൊക്കെ നമുക്കറിയാമല്ലോ. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? മണ്ഡപം ബുക്ക് ചെയ്യണം, സദ്യ നടത്തണം, വാഹനം, ആൽബം, പന്തൽ, ഒരുക്കങ്ങള്. പെണ്ണിന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലല്ലേ കല്യാണം നടക്കൂ. അപ്പോ അതിന്റെ പ്രൗഢിക്ക് തന്നെ വേണ്ടേ അതൊക്കെ നടത്താൻ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഇവൻ ഒറ്റ പിടുത്തം പിടിച്ചോണ്ട. അല്ലെങ്കിൽ ദേവിക്ക് ഈ വീട് സ്വപ്നം കാണാൻ പറ്റുമോ? നമുക്ക് നല്ല രീതിയിൽ തന്നെ കല്യാണം വേണം. അത് അവരോട് അങ്ങ് പറഞ്ഞേരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ മടിയുണ്ടെങ്കിലേ പറയണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വേണ്ട, നീ ഇതിലൊന്നും ഇടപെടണ്ട.